ഓണാഘോഷം സമ്പന്നമാക്കാൻ വിവിധ ഡിസ്കൗണ്ടുകളോടെ സപ്ലൈകോ സജീവമാവുകയാണ്. വിപണി ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോ വിൽപ്പന കേന്ദ്രങ്ങൾ വഴി വിവിധ തരം ഓണക്കിറ്റുകൾ നൽകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 1280 രൂപ വില മതിക്കുന്ന 21 ഇനങ്ങൾ അടങ്ങിയ അത്തം കിറ്റ് 1000 രൂപയ്ക്കാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക. ഇതിൽ അരി, വെളിച്ചെണ്ണ, പഞ്ചസാര അടങ്ങിയ പ്രധാന സാധനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ 1880 രൂപ വില വരുന്ന 25 ഇനങ്ങൾ അടങ്ങിയ ഉത്രാടം കിറ്റ് 1500 രൂപയ്ക്കും 2540 രൂപ വില വരുന്ന 30 ഇനങ്ങളുള്ള തിരുവോണം കിറ്റ് 2000 രൂപയ്ക്ക് ലഭിക്കും. ഇതിനു പുറമെ 374 രൂപ 50 പൈസ വിലയുള്ള സിഗ്നേച്ചർ കിറ്റ് 299 രൂപയ്ക്കും ലഭിക്കും. ഇതുകൂടാതെ വിവിധ സമ്മാന പദ്ധതികളും ഉപഭോക്താക്കൾക്കായി സപ്ലൈകോ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തെ മഞ്ഞ റേഷൻ കാർഡുള്ള കുടുംബങ്ങൾക്ക് സൗജന്യമായി ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. ഒരു കുടുംബത്തിന് ഒരു കിറ്റ് എന്ന നിലയിലും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് 4 പേർക്ക് ഒരു കിറ്റ് എന്ന കണക്കിലുമാണ് വിതരണം. തുണിസഞ്ചി ഉൾപ്പെടെ 16 ഇനങ്ങളാണ് സൗജന്യ കിറ്റിൽ ഉണ്ടാവുക. പഞ്ചസാര, വെളിച്ചെണ്ണ, തുവരപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, വൻപയർ, കടല, മിൽമ നെയ്യ്, തേയില, പായസ മിക്സ്, സാമ്പാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവയാണ് സൗജന്യ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓഗസ്റ്റ് 5 മുതൽ 10 വരെ കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിക്കും. തുടർന്ന് ഓഗസ്റ്റ് 10 മുതൽ ഉത്രാട ദിവസമായി 25 വരെ റേഷൻ കടകൾ വഴി കാർഡ് ഉടമകൾക്ക് കിറ്റുകൾ കൈപ്പറ്റാം. ഓണക്കാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കാനും ജനങ്ങൾക്ക് ആശ്വാസമൊരുക്കാനും സപ്ലൈകോയ്ക്ക് 253 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. ഇതിൽ ഓണവിപണി നടത്തിപ്പിന് 200 കോടി രൂപയും മഞ്ഞക്കാർഡ് വിഭാഗത്തിനുള്ള ഓണക്കിറ്റിനായി 53 കോടി രൂപയുമാണ് ചെലവഴിക്കുക. ഓണക്കാലത്ത് സപ്ലൈകോ വഴി അവശ്യ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കാനും വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനുമാണ് സർക്കാർ നടപടി. ഇത്രയും വലിയ തുക ഒരുമിച്ച് ഓണവിപണിക്കായി മുൻപ് അനുവദിച്ചിട്ടില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ് വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് പരിമിതമായ തോതിൽ പ്രത്യേക വിഭാഗങ്ങൾക്കായി നേരത്തെ ഓണത്തിന് സഹായങ്ങൾ നൽകിയിരുന്നെങ്കിലും സംസ്ഥാന വ്യാപകമായി സൗജന്യ ഓണക്കിറ്റ് പദ്ധതി ഉണ്ടായിരുന്നില്ല. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യമായി ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. ഏതാനും വർഷം ഇത് തുടർന്നു. 2022 മുതൽ സാമ്പത്തിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഓണക്കിറ്റിന്റെ വിതരണം അന്ത്യോദയ, അന്നയോജന പോലുള്ള മുൻഗണനാ വിഭാഗങ്ങളിലേക്ക് മാത്രമായി പിന്നീട് പരിമിതപ്പെടുത്തി. തുടർന്ന് മറ്റ് റേഷൻ കാർഡ് ഉടമകൾക്ക് സപ്ലൈകോയുടെ ഓണച്ചന്തകളിലൂടെ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്ന രീതിയും നിലവിൽ വന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.